ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജിന്റെ പരാധീനതകൾ പരിഹരിച്ച് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകാനുള്ള സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ദൂരത്തിന് വേണ്ടി പണം ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ന്യൂനതകൾ പരിഹരിക്കുക, ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക, രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് പടിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമരപരിപാടികൾ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. രാജഭരണ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഈ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല പേര് കേട്ടതാണ്. നമുക്കറിയാം, ഇന്നിവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ? കുറെ PR വർക്കുകളാണ്. PR വർക്കുകൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ ആരോഗ്യ രംഗം ഇന്ത്യയിലെന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതാണ് എന്ന് പറയുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ശ്രീമതി വീണ ജോൺ ലജ്ജിച്ച് കേരളത്തിലെ ജനത തലതാഴ്ത്തുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ മെഡിക്കൽ കോളേജുകളിലും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ എടുത്തെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. 2013 ഇടുക്കി മെഡിക്കൽ കോളേജിന് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ തറക്കല്ലിട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിലെ പൊതുജനാരോഗ്യം തകർത്തുവെന്നും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റിമറിച്ച് ആരോഗ്യരംഗം താറുമാറാക്കിയ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും സമരം ഉദ്ഘാടനം ചെയ്ത ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. KPCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോയി തോമസ്, റോയ് K പൗലോസ്, AP ഉസ്മാൻ, തോമസ് രാജൻ, DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ, DCC ഭാരവാഹികൾ, വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ, മഹിളാ കോൺഗ്രസ് പ്രതിനിധികൾ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ സമരപരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.